സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭിച്ചു. ഇ-പോസ് മെഷീൻ പ്രവർത്തനരഹിതം. സെർവർ തകരാറാണ് റേഷൻ വിതരണം മുടങ്ങാൻ കാരണം. സംസ്ഥാന IT സെല്ലിൽ നിന്ന് പ്രതികരണമില്ലെന്ന് റേഷൻ വ്യാപാരികൾ. രാവിലെ മുതലാണ് സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭിച്ചത്. ഇ-പോസ് മെഷീൻ പൂർണ്ണമായും തകരാറിലായ നിലയിലാണ്. റേഷൻ വാങ്ങാനെത്തിയ ആളുകൾ 2-3 തവണയെത്തി മടങ്ങി. വ്യാപാരികൾക്കും ഒരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിനെ സംഘടനാ ഭാരവാഹികൾ ബന്ധപ്പെട്ടെങ്കിലും എപ്പോൾ ശരിയാക്കുമെന്ന കാര്യത്തിൽ മറുപടി ലഭിച്ചിട്ടില്ല എന്ന് വ്യാപാരികൾ പരാതിപ്പെടുന്നു. സംസ്ഥാന IT വകുപ്പിൽ നിന്നും ഇതുവരെയും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. ഇടയ്ക്കിടെയുണ്ടാകുന്ന പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്ന് ഓൾ കേരള റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി പറഞ്ഞു. അടിയന്തരമായി ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാവണം. ഞങ്ങൾക്കതാ പറയാനുള്ളത്. വിളിച്ചാൽ ചിലപ്പോൾ റെസ്പോൺസ് ഉണ്ടാവില്ല, അതാ മനസ്സിലാകത്തെ. മേലെ വിളിച്ചാൽ അത് ശരിയായ നിലപാടല്ല. എന്താണ് ഈ വിഷയം? ഉച്ചവരെ റേഷൻ കടകൾ അടച്ചിടണമെങ്കിൽ അടച്ചിടാം, ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇ-പോസ് മെഷീൻ ശരിയായിട്ട് തുറന്നാൽ മതി. അല്ലാതെ റേഷൻ വ്യാപാരി കട തുറന്നു വെച്ചുകൊണ്ട് ജനങ്ങൾ കാർഡുടമകളുമായിട്ട് ഷണ്ട കൂടുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ നീക്കുക. സെർവർ കേരളത്തിന് പുറത്തായതുകൊണ്ട് എപ്പോൾ ശരിയാവുമെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച 1 മണിക്കൂർ റേഷൻ വിതരണം മുടങ്ങിയിരുന്നുവെങ്കിലും ഇത് ആദ്യമായാണ് പൂർണ്ണമായും വിതരണം സ്തംഭിച്ചിരിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്തെ റേഷൻ വിതരണം ഏതാണ്ട് പൂർണ്ണമായും സ്തംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ റേഷൻ കടകളിൽ നിന്ന് സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇലക്ട്രോണിക് പോസ്റ്റ് മെഷീൻ പ്രവർത്തനരഹിതമായതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണം. സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള സെർവറിൻ്റെ തകരാറാണ് ഇത്തരത്തിൽ ഇ-പോസ് മെഷീൻ്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. എന്തായാലും റേഷൻ വിതരണം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ റേഷൻ വ്യാപാരികൾ ബന്ധപ്പെട്ടവരെ സമീപിച്ചുവെങ്കിലും കൃത്യമായൊരു മറുപടി കിട്ടിയില്ല. മേഘ മാധവൻ ചേരുകയാണ്. മേഘ, സംസ്ഥാനത്തെ റേഷൻ വിതരണം സ്തംഭിക്കുന്ന സാഹചര്യമാണോ? വിശദാംശങ്ങൾ. അതായത് സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണമായും സ്തംഭിച്ച സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. ഏകദേശം 12 മണിക്ക് റേഷൻ കട അടച്ചു, 4 മണിക്ക് തുറന്നപ്പോഴും തൽസ്ഥിതി തന്നെ തുടരുകയാണ്. ഒരാൾക്ക് പോലും റേഷൻ നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്ന് തന്നെയാണ് വ്യാപാരികൾ പറയുന്നത്. ഇ-പോസ് മെഷീൻ പ്രവർത്തനരഹിതമായി എന്നതാണ് പറയുന്നത്. അത് പ്രവർത്തിക്കുന്നില്ല. സെർവർ തകരാറാണ് ഈ റേഷൻ വിതരണം താറുമാറാവാൻ കാരണമായത് എന്നതാണ് വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിന് പുറത്താണ് സെർവർ, അതുകൊണ്ട് ഇത് എപ്പോൾ ശരിയാകും എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരം നൽകാൻ കഴിയില്ല എന്നതാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആശങ്കയുണ്ട്. ഈ ആശങ്ക സംസ്ഥാന IT വകുപ്പിൽ അറിയിച്ചിരുന്നു, എന്നാൽ അവിടെ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബിനെ സംഘടനാ ഭാരവാഹികൾ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും എപ്പോൾ ശരിയാകും എന്ന കാര്യത്തിൽ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഏകദേശം 1 മണിക്കൂർ ഇത്തരത്തിൽ റേഷൻ വിതരണം മുടങ്ങിയിരുന്നു. എന്നാൽ ഇത് ആദ്യമായാണ് ഒരു ദിവസം പൂർണ്ണമായും റേഷൻ വിതരണം സ്തംഭിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വ്യാപാരികൾക്ക് ഒരു മുന്നറിയിപ്പും നൽകിയിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ ആളുകൾ എത്തുന്നു. ആളുകൾ വ്യാപാരികളുമായി തർക്കിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ കടയുടമകൾ പോലും പറയുന്ന സാഹചര്യം എന്നത് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ തകരാർ ഉണ്ടാവുകയാണെങ്കിൽ വ്യാപാരികൾക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും വിവരങ്ങൾ നൽകണം എന്നതാണ്. പല സമയങ്ങളിൽ, അതായത് 2-3 തവണ ആളുകൾ പല സമയങ്ങളിലായി കാത്തു നിൽക്കുന്നു. 2-3 തവണ ഈ സെർവർ എപ്പോഴെങ്കിലും ശരിയാകും എന്ന് കരുതി ആളുകൾ വന്നു മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. 10 മണി 11 മണി ആയപ്പോഴേക്ക് തന്നെ കോഴിക്കോട് ജില്ലയിലെ പല റേഷൻ കടകളും അടച്ചിരുന്നു. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് ഈ റേഷൻ കടയിലേക്ക് എത്തുന്നത്. ഈ രാവിലെ മുതൽ തന്നെ പല ഇടങ്ങളിലും ആളുകൾ വന്ന് കാത്തു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം എന്നത് 4 മണിക്കും ഈ സെർവർ തകരാറ് കാരണം നിലവിൽ റേഷൻ വിതരണം മുടങ്ങിയിരിക്കുകയാണ് എന്നത് തന്നെയാണ്. കോഴിക്കോട് നഗരത്തിൽ ആ രീതിയിലാണ്. ഇപ്പോഴും ഈ റേഷൻ വ്യാപാരികൾക്ക് കൃത്യമായ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഇത് ഇനി എന്നാണ് ശരിയാവുക, നാളെയും ഈ പ്രശ്നം തുടരുമോ എന്നൊരു ആശങ്ക തന്നെയും നിലനിൽക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു മറുപടി, ഇതിന് കാരണം എന്താണ് എന്ന തരത്തിൽ കൃത്യമായൊരു മറുപടി ഇതുവരെയും ലഭിച്ചിട്ടില്ല. സെർവർ കേരളത്തിന് പുറത്താണ് എന്നൊരു മറുപടിയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ എങ്ങനെയാണ് ഇനിയുള്ള തുടർ നടപടികൾ എന്നതാണ് ഈ വ്യാപാരികൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത്. ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ നാളെയും ഇതേ തരത്തിൽ റേഷൻ മുടങ്ങുമോ എന്നൊരു ആശങ്കയാണ്
നിലവിൽ ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി എന്ത് പ്രതികരിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇനി പ്രസക്തം. ഏതായാലും ഇതുവരെ ഈ സമയം വരെ സംസ്ഥാനത്ത് റേഷൻ വിതരണം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുന്ന നിലയിലാണ് ഉള്ളത്. മേഘയാണ് വിശദാംശങ്ങൾ നൽകിയത്.